ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിങ്ങനെ മുടിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. സോ ഒരു ബ്ലൂ ഐ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഞാനൊരു ട്യൂട്ടോറിയൽ പോലെയും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും, എന്നാലും മാക്സിമം ലെങ്ത് കൂടാതെ ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. സോ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, സോ ദാറ്റ് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ എൻ്റെ ഫേസ് നേരത്തെ പറഞ്ഞല്ലോ ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി മോയ്സ്ചറൈസ് ചെയ്യണം. സോ അതിനായിട്ട് ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ ആണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ലാസ്റ്റ് വ്ളോഗല്ല സോറി ലാസ്റ്റ് ഷോർട്ട് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതുവരെ മേടിച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഇതും പുതിയതായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. ആൻഡ് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഞാൻ റെനയുടെ പുതിയ പ്രൈമർ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് അവരുടെ ഒരു ജെൽ കൈൻഡ് ഓഫ് പ്രൈമർ ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ബ്ലർ ഔട്ട് ചെയ്യുന്നൊക്കെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലർ ഔട്ട് ചെയ്യുന്നതാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസിൽ ഓരോരുത്തരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. സോ ഇത് രണ്ടും ഞാൻ പുതുതായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ടെസ്റ്റ് ഇറ്റ് ഔട്ട്. ഞാൻ സാധാരണ എൻ്റെ മേക്കപ്പ് വീഡിയോസൊക്കെ ഞാൻ വോയിസ് ഓവർ ആണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ആ ഒരു ലൈവ് സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിച്ചെടുക്കുന്നത്. ഭയങ്കര ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഫോർമുലയും കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. ഈ ഒരു വിന്ററിന് പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഞാൻ ഒരുപാട് പേര് ഇതിനും നല്ല റിവ്യൂസ് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇത് ഭയങ്കര അഫോർഡബിളും ആണ്, ഭയങ്കര നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. എന്നാൽ എൻ്റെ ലൈക്ക് ഉണ്ടായിരുന്ന ഒരു തിക്ക് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് റീക്വലിന്റെ ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇതിലും തിക്കാണ്. എനിക്ക് ഇത് തിക്കാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം കുറച്ചൊരു എന്താ പറയാ, ഇച്ചിരി ഒന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. എപ്പോഴും മേക്കപ്പിന്റെ അണ്ടറിൽ സെറമൈഡ് ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് ആണ് കുറച്ചുകൂടെ സേഫ് കേട്ടോ. അടുത്തത് നമ്മൾ റെനയുടെ ഈ ഒരു പ്രൈമർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെയാണ്. മേക്കപ്പ് ഇച്ചിരി കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒക്കേഷനിലേക്ക് മാത്രമേ ഞാൻ പ്രൈമേഴ്സ് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട്, കുത്തുന്ന സ്മെല്ലാന്നല്ല, ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. പ്രപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി മേക്കപ്പിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ എപ്പോഴത്തെയും പോലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കളർ കറക്റ്റിംഗ് ആണ്. ഞാനിവിടെ ഒരു കൺസീലർ, ഡാർക്കർ ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട് എൻ്റെ ഡാർക്ക് സ്പോട്ട്സും പിന്നെ എവിടേക്കാണ് എനിക്ക് ചെറിയ രീതിയിൽ ഡിസ്കളറേഷൻസ് ഉള്ളത് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് ഐ മേക്കപ്പിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുവരെ ഈ ചെയ്ത കൺസീലിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഞാൻ കണ്ണിനൊരു ബേസ് കൊടുക്കുകയാണ്, ഒരു ലൈറ്റർ ഷെയ്ഡ് ഉള്ള കൺസീലർ വെച്ചിട്ട് കണ്ണിനൊരു ഐ ഷാഡോക്ക് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. നന്നായി ബ്ലെൻഡ് ചെയ്യണം. എന്നതിന് ശേഷം ഞാൻ ഈ ഒരു പിങ്ക് ആൻഡ് പർപ്പിൾ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ, അതായത് ക്രീസ് ലൈനിലും പിന്നെ കണ്ണിൻ്റെ ഇച്ചിരി അടിയിലേക്ക് പോവാതെ മുകളിൽ മാത്രമായിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു നമ്മളിന്നൊരു ബ്ലൂ ഐ മേക്കപ്പ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അതായത് ആ പിങ്കിൻ്റെ തൊട്ട് താഴെയും ആ പിങ്കിനോട് ചേർന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം ഈ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു
ബ്ലൂ കളറിന് കുറച്ചും കൂടെ ഒന്ന് ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡാർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല രസമായിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഞാൻ ഈ ഒരു ബ്ലൂ ഷിമ്മറി ഐ ഷാഡോ എടുത്തിട്ട് നന്നായിട്ട് എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ച് ചെയ്യുമ്പോൾ ആ ഷിമ്മറി ഷെയ്ഡ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ണുമ്മ ഇരിക്കും കേട്ടോ, ഒട്ടിയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. എന്നതിന് ശേഷം ഞാൻ ഒരു മേക്കപ്പ് റിമൂവറും ബഡ്സും വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ രണ്ട് കണ്ണിൻ്റെയും മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മസ്കാര ഒക്കെ ബാക്കിയുണ്ട്, എന്നാലും നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മസ്കാര ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. സോ ഫൗണ്ടേഷൻ ഞാൻ ഈ രണ്ട് ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു ടിൻറ്റും ഒരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് എൻ്റെ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ഐ മേക്കപ്പിനെ കുറച്ചുകൂടെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. സോ ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം ഞാനൊരു ലൈറ്റർ കൺസീലർ വെച്ചിട്ട് എൻ്റെ അണ്ടർ ഐസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത് ഐ മേക്കപ്പിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. സോ എൻ്റെ ഫേസിലത്തെ ഒന്ന് രണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഇതുവരെ കവർ ആയിട്ടില്ല. അപ്പോൾ അതിനെ വീണ്ടും കവറാക്കി നമ്മൾ ഫേസ് ഫുള്ള് കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്തിട്ട് കുറച്ചധികം നാളായിട്ടോ, അതുകൊണ്ട് തന്നെ ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എന്നതിന് ശേഷം ഞാനൊരു ബ്ലൂ കാജൽ എടുക്കുന്നുണ്ട്. ഒരു കോൾ പെൻസിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴത്തെ വാട്ടർ ലൈനിൽ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് ലാക്മേയുടെ ആണെന്ന് തോന്നുന്നു. ഞാനിന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ മസ്കാര നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫോൾസീസ് ഒന്നുമില്ല, അതുകൊണ്ട് മസ്കാര നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ജോ ലൈനും അടിയിലും മുകളിലൊക്കെ നന്നായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മൂക്ക് കോൺടൂർ ചെയ്യാൻ മറന്നു ഈ ഒരു വീഡിയോയിൽ. സോ ഇറ്റ്സ് ഓക്കെ. അതിനുശേഷം നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട്. എന്നതിന് ശേഷം ഒരു ന്യൂഡ് ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബിക്കോസ് ഐ മേക്കപ്പിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സോ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടേ ഉള്ളൂ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഐ മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.